വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജലസ്രോതസ്സായ പാപ്പാളിക്കുളം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. NCTV ഇമ്പാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 14 കുളങ്ങളിൽ ഒന്നായ 10ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പാളിക്കുളത്തിന്റെ നവീകരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. അടിഭാഗത്ത് കരിങ്കൽ ബെൽറ്റിടുന്ന പണികൾ പൂർത്തിയായി. ഇപ്പോൾ കരിങ്കൽ ഉപയോഗിച്ച് ചുറ്റുമതിൽ ബലപ്പെടുത്തുന്ന പണികളാണ് നടക്കുന്നത്. ഏകദേശം 30 സെന്റ് വിസ്തൃതിയുള്ള പാപ്പാളിക്കുളത്തിന്റെ റോഡിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞ് വലിയ അപകടാവസ്ഥയിലായിരുന്നു. വലിയ വളവ് തിരിഞ്ഞ് ഇതുവഴി വരുന്ന സ്ഥലപരിചിതമില്ലാത്ത വാഹനയാത്രക്കാർ ഇവിടെ പലതവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വിദ്യാർത്ഥികളടക്കമുള്ള ഇരുചക്ര വാഹനയാത്രക്കാരും നിരന്തരം സഞ്ചരിക്കുന്ന ഈ പാതയിൽ കുളത്തിനോട് ചേർന്ന് റോഡിന്റെ വശം കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് സംബന്ധിച്ച് NCTV പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പ് 45 ലക്ഷം രൂപ ചെലവിൽ കുളം കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചത്. കുളത്തിന്റെ നവീകരണം സംബന്ധിച്ചും റോഡരികിലെ അപകടാവസ്ഥയെക്കുറിച്ചും പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ കുളം നവീകരിക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. ഈ പാപ്പാളിക്കുളത്തിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ 2022 മുതൽ നിരന്തരമായിട്ട് പഞ്ചായത്തിലും അതുപോലെ തന്നെ കളക്ടർ, മുഖ്യമന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഈ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൗതുകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഏത് സമയത്തും ഒരു അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. ഓട്ടോറിക്ഷകൾ കുളത്തിലേക്ക് മറിഞ്ഞു വീഴുക, അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അത് ഇവിടെ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി വരുമ്പോൾ ആ അപകടാവസ്ഥ ഒഴിഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ നികുതി പണം കൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. 15 വർഷം മുൻപ് കുളം കെട്ടി സംരക്ഷിക്കുന്നതിന് 15 ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നെങ്കിലും ടെൻഡർ ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ പദ്ധതി നടപ്പിലായില്ല. പിന്നീട് നിലവിലെ ഭരണസമിതി റീടെൻഡർ നൽകിയാണ് ഇറിഗേഷൻ വകുപ്പ് ഇടപെട്ട് ഈ ജലസ്രോതസ് സംരക്ഷിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയതെന്നും സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും വാർഡംഗം റോസിലി തോമസ് പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിലെ പാപ്പാളിക്കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് ഒരു 15 വർഷം മുമ്പ് നമുക്ക് ഇതിനൊരു 15 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റെടുക്കാനായിട്ട് ഒരു കോൺട്രാക്ടേഴ്സും നിലവിൽ വരാത്തത് കൊണ്ട് രണ്ടാമതും നമ്മൾ ഫണ്ട് നമ്മുടെ ഭരണസമിതി കയറി വന്നതിന് ശേഷം രണ്ടാമതും ഫണ്ട് റിവൈസ് ചെയ്ത് ഒരു 45 ലക്ഷം രൂപ ഇതിന് എസ്റ്റിമേറ്റ് ആക്കുകയും അതിനോടനുബന്ധിച്ച് ഈ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇത്ര നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അതിനുള്ള നന്ദി പറയേണ്ടത് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോടാണ്. കാരണം നമ്മുടെ മന്ത്രി അവിടെ നിന്ന് നമുക്ക് ചോദിച്ച ഫണ്ട് അനുവദിച്ച് തന്നതിന് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പാപ്പാളിക്കുളത്തിന്റെ നവീകരണം സാധ്യമാകുന്നതിലൂടെ റോഡിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കപ്പെടുമെന്നും സമീപത്തെ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ സുരക്ഷിതമാകുമെന്നും ഇവർ പറയുന്നു. കുളത്തിന്റെ സംരക്ഷണത്തിനൊപ്പം ജലസംരക്ഷണം, ജലക്ഷാമം പരിഹരിക്കൽ എന്നിവയാണ് പദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ജനവാസ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന കുളങ്ങൾ നവീകരിക്കുന്നതോടെ അടുത്ത വർഷക്കാലത്ത് ജലം സംഭരിച്ചു നിർത്താനാകും. ഇതോടെ പ്രദേശത്തെ വീടുകളിലെ കിണറുകൾ ഉൾപ്പെടുന്ന ജലസ്രോതസ്സുകളിൽ തെളിനീര് നിറയും. സമീപത്തെ കർഷകർക്കും ജലലഭ്യത ഉറപ്പുവരുത്താനാകും. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി 10ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പാളിക്കുളം നവീകരണത്തിന്റെ പാതയിലാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായ കുളത്തിന്റെ നവീകരണം സാധ്യമാകുന്നതിലൂടെ പ്രദേശത്തെ കാർഷികാവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലസ്രോതസ്സുകളിലെ ജലവിധാനം നിലനിർത്തുന്നതിനും സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.